ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു സ്പെഷ്യൽ ഐറ്റം ആയിട്ടാണ്. വളരെ എളുപ്പത്തിൽ നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ കൊണ്ട് മാത്രം ഉണ്ടാക്കാവുന്ന ഒരു നല്ല സ്നാക്കാണിത്. ഇത് പെട്ടെന്ന് ഉണ്ടാക്കാനും പറ്റും. ഒരു മുട്ട പൊരിക്കുന്ന സമയം മാത്രം മതി. ഇപ്പൊ ഇത് ഉണ്ടാക്കാൻ കാരണം തന്നെ എന്റെ കൊച്ചുമോനാണ്. അവന് 4 മണിക്ക് ഇന്ന് പലഹാരം ഉണ്ടാക്കി കൊടുത്തില്ല. അവന് പഴം മാത്രമേ കൊടുത്തുള്ളൂ. കുറച്ച് കളിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴേക്കും അവന് വിശന്ന് അവൻ എന്തെങ്കിലും കൊടുക്കാൻ പറഞ്ഞപ്പോൾ ഞാൻ ആലോചിച്ചപ്പോൾ എനിക്ക് ഏറ്റവും എളുപ്പത്തിലും ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു നല്ല സ്നാക്കാണ് നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് തന്നെ. അന്ന് നമുക്കൊന്ന് നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പൊ ഞാൻ ഇതിന് വേണ്ടിയിട്ട് നമ്മുടെ മിക്സി എടുത്തിട്ടുണ്ട്. ആ മിക്സിയിൽ 2 കപ്പ് ചോറാണ് ഞാൻ എടുത്തേക്കണേ. അത് നമ്മൾ നന്നായി മിക്സിയിൽ വെള്ളം ചേർക്കാണ്ട് അടിച്ചെടുക്കണം. ഞാനിത് മിക്സിയിൽ ഇട്ടിട്ട് അത് അടിച്ചു എടുക്കട്ടെ. പിന്നെ രണ്ടാമത്തെ സ്റ്റെപ്പാണ് പിന്നെ നമുക്ക് ചെയ്യാനുള്ളത്. അപ്പോൾ ആദ്യം ഞാൻ ഇത് നന്നായി വെള്ളം ചേർക്കാണ്ട് അടിച്ചു കൊണ്ടുവരാം. നന്നായി ഞാൻ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു പാത്രത്തിലേക്ക് നമുക്ക് മാറ്റണം. അതിലേക്ക് ഇടട്ടെ. നല്ല പോലെ അടിക്കണം, വെള്ളം ഉണ്ടാവാനും പാടില്ല. കാരണം നമുക്കിത് മറ്റേ മുളകും ഇതൊക്കെ ഇട്ട് കുഴക്കേണ്ടതാണ്. അപ്പം ഞാൻ ഇത് അടിച്ചെടുത്ത ചോറാണ്. ഇനി ഇതിലേക്ക് നമുക്ക് ഇത് 2 കപ്പ് ചോറാണ്. അപ്പം നമുക്ക് കയ്യിൽ കുഴയ്ക്കാൻ പറ്റണതും നമുക്ക് ഉരുളകളാക്കാൻ പറ്റണ അളവിലാണ് നമുക്ക് അരിപ്പൊടി ഇടേണ്ടത്. അപ്പം ഞാൻ ഇതിന് വേണ്ടിയിട്ട് ഒരു കപ്പ് അരിപ്പൊടി ഇടുന്നുണ്ട് ഇതിലേക്ക്. അല്ലെങ്കിൽ നമുക്ക് ചോറ് നമ്മുടെ കയ്യിലേക്ക് കിട്ടില്ല. പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇതിലേക്ക് ഞാൻ ഒരു 1/2 സ്പൂൺ ഉപ്പാണ് ഇടുന്നത്. 1/2 സ്പൂൺ വേണ്ട, 1/2 സ്പൂണേക്കാളും കുറവ്. നമ്മൾ നോക്കിയിട്ട് നമുക്ക് പാകത്തിന് ഉപ്പിടേണ്ടി വരും. പിന്നെ നമ്മൾ അരിഞ്ഞു വെച്ചേക്കണ പച്ചമുളക്, ഇഞ്ചി, വേപ്പില, പിന്നെ നമ്മൾ ചുവന്നുള്ളി അരിഞ്ഞു വെച്ചിട്ടില്ലേ അതും കൂടി നല്ല പോലെ മിക്സ് ആക്കണം. അത് നമുക്ക് കുഴച്ച് ഉരുളകളാക്കാൻ പറ്റണ പരുവത്തിലാക്കണം. അപ്പൊ കയ്യിൽ ഒട്ടി പിടിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് വെള്ളം നമ്മുടെ കൈമാക്കിയിട്ട് ഉരുളകളാക്കാൻ നമുക്ക് പറ്റും. കൈപ്പത്തിയിൽ കുറച്ച് വെള്ളം ആക്കിയാൽ മതി. ഇനി അത് ഒന്ന് യോജിപ്പിക്കട്ടെ. എന്നിട്ട് വേണം നമുക്ക് ഉരുളകളാക്കണ്ടത്. ഈ ചോറും അരിപ്പൊടിയും അരിഞ്ഞതെല്ലാം കൂടി നല്ല പോലെ മിക്സ് ആക്കണം. അപ്പൊ ഞാനിത് നല്ലപോലെ കുഴച്ച് വെച്ചിട്ടുണ്ട്. പക്ഷെ ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാൻ മറന്നുപോയി. നമ്മളിത് കുഴയ്ക്കുന്നതിനേക്കാളും മുമ്പ് ഒരു നുള്ളു മഞ്ഞൾ പൊടി ഈ മാവിലിടണം. എന്നിട്ട് വേണം നമുക്ക് കുഴയ്ക്കാനായിട്ട്. ഇപ്പൊ ഒരു ചെറിയ മഞ്ഞ നിറം കണ്ട, അല്ലെങ്കിൽ നല്ല വെളുത്തിട്ടായിരിക്കാം. ഒരു ഭംഗി കിട്ടണമെങ്കിൽ നമ്മൾ മഞ്ഞൾ പൊടി ഇട്ടിട്ടേ പറ്റുള്ളൂ. അപ്പൊ ഞാൻ നന്നായി കുഴച്ചു. ഇവിടെ ഈ മാവിനെ നമ്മൾ കൈയിന്റെ ഉള്ളൻ കയ്യിൽ വെച്ചിട്ട് ഒന്ന് പരത്തി ഇത് ഈ ഷേപ്പിലാക്കി എടുക്കുക. എന്നിട്ട് കയ്യിൽ ഒട്ടി പിടിക്കുന്നതിന് കുറച്ച് വെള്ളം നമ്മുടെ ഉള്ളനടിയിൽ തൊട്ടാൽ മതി. അപ്പൊ പിന്നെ നമ്മുടെ ഈ മാവ് ഒട്ടി പിടിക്കില്ല. അങ്ങനെ ഞാൻ ഇതിപ്പോ ഇങ്ങനെ ആക്കി ഇതുപോലെ വെച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ നമ്മുടെ മാവിനെ ഒരു വട ഷേപ്പിലാണ് ആക്കിയേക്കണേ. അത് ഞാൻ ഈ വട നടുവില് ഒരു സ്പൂണിന്റെ കട കൊണ്ട് കുത്തിയിട്ട് ഇങ്ങനെ ഓട്ടി ഉണ്ടാക്കിയിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാം. വിരൽ വെച്ചിട്ടോ വിരൽ വെച്ചോ ആക്കാം. പക്ഷെ അപ്പൊ ഉള്ളു വേവാനായിട്ട് നമുക്കിങ്ങനെ ഒരു ഹോൾ ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ്. കണയിട്ട് ഞാൻ ഒരു ചീഞ്ചട്ടി അടുപ്പിൽ വെച്ച് നല്ലപോലെ ചൂടാക്കിയിട്ട് അതിലേക്ക് ഞാൻ ഓയിൽ ഒഴിക്കുകയാണ്. ഞാൻ സൺഫ്ലവർ ഓയിലാണ് ഞാൻ ഉപയോഗിക്കുന്നത്. അത് നമുക്ക് ഇഷ്ടമുള്ള ഏത് വെളിച്ചെണ്ണ ഏത് വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം. പിന്നെ ഞാൻ സൺഫ്ലവർ ഓയിൽ ഇതിൽ ഒഴിച്ചിട്ടുണ്ട്. നന്നായി ചൂടായി വരട്ടെ. നന്നായിട്ട് എണ്ണ ചൂടായിട്ട് ഇത് ഇടാൻ പാടുള്ളൂ. ഇതൊക്കെ മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് മറിച്ചിടാം. ഇത് 2 പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് മറിച്ചിട്ടിട്ട് വരും. കാരണം ഉള്ളൊക്കെ ഒന്ന് വേവട്ടെ. അപ്പോൾ ഇതൊന്ന് മറിച്ചിട്ടിട്ടുണ്ട്. അപ്പോൾ ഈ ഭാഗമൊക്കെ നല്ലപോലെ മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി കുറച്ച് നേരം എണ്ണയിൽ ഇടുമ്പോൾ ഒന്നുകൂടി വേവണം. എന്നാലും ഉള്ളൊക്കെ നല്ലതായിട്ട് മുരിഞ്ഞ് കിട്ടുള്ളൂ. അപ്പം നമ്മുടെ വട നല്ല പോലെ മുരിഞ്ഞ് വന്നിട്ടുണ്ട്. തീ ഒന്ന് കുറച്ച് സിമ്മിലിടാം. എന്നിട്ട് നമുക്കിത് കോരി ഒരു പ്ലേറ്റിലേക്ക് എടുക്കാം. എണ്ണയൊക്കെ മാറ്റി ഒരു ടിഷ്യൂ പേപ്പറിലേക്ക് മാറ്റിയിടാം. അപ്പോൾ നമ്മുടെ ഈ വട എല്ലാം മുരിഞ്ഞു വന്നു. എല്ലാം നല്ല രസമായിട്ടുണ്ട്. ഇത് നമുക്ക് നല്ല ക്രിസ്പിയാണ്. നമ്മൾ നോക്കുമ്പോൾ അറിയാൻ പറ്റും. നല്ല ക്രിസ്പിയാണ്. കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ നല്ല ഇഷ്ടവും. പിന്നെ ഏറ്റവും സിമ്പിളായിട്ട് ഏറ്റവും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനം. പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ നിങ്ങളത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ നിങ്ങളുടെ കമൻസ് ഒക്കെ എഴുതണം. ഇനി അടുത്ത വീഡിയോയിൽ നമുക്ക്